ചരിത്ര ഭൂരിപക്ഷം നേടിയാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ഇ.ടി. മുഹമ്മദ് ബഷീർ വിജയിച്ചത്. കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷം എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ലഭിച്ചു. രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഏറ്റവും വലിയ രണ്ടാമത്തെ ഭൂരിപക്ഷം നേടിയത് ഇ.ടി. മുഹമ്മദ് ബഷീറാണ്. ദേശീയ രാഷ്ട്രീയമാണ് മലപ്പുറത്ത് പ്രധാനമായും ചർച്ചയായത്. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ അടക്കം ഇ.ടി. നടത്തിയ ഇടപെടലുകൾ മുസ്ലിം ലീഗ് ചർച്ചയാക്കി. പരമാവധി 1.5 ലക്ഷം വോട്ട് വരെ ലഭിക്കുമെന്നായിരുന്നു ലീഗ് കണക്കുകൂട്ടൽ. ലീഗിന്റെ കണക്കുകൂട്ടലിന്റെ ഇരട്ടി ഭൂരിപക്ഷം ഇ.ടി. മുഹമ്മദ് ബഷീറിന് ലഭിച്ചു. 3,118,018 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇ.ടി. മുഹമ്മദ് ബഷീറിന് ലഭിച്ചത്. ഞങ്ങൾ പ്രതീക്ഷയെക്കാളും വലിയ വിജയമാണ്. അത് ജനങ്ങൾ യോജിച്ച് വർക്ക് ചെയ്തു. അവരോടെല്ലാം നന്ദി രേഖപ്പെടുത്തുകയാണ്. കേന്ദ്രത്തിലാണെങ്കിൽ ഗവൺമെൻറ് അവസാനം തന്നെ വളരെ മിനാരോ മാർജിനിലാണ്. അവരെ ദുഷ്ചേരിക്കും ജനങ്ങൾ തിരിച്ചടി നൽകി. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യവും ജനങ്ങൾ പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. ദുഷ്പ്രചാരങ്ങളൊന്നും വിലപ്പോയില്ല. സത്യമേ നിലനിൽക്കുകയുള്ളൂ. അത് ബോധ്യപ്പെടുത്തുകയാണ്. 6,44,006 വോട്ട് മുസ്ലിം ലീഗിനും 3,43,888 വോട്ട് CPM സ്ഥാനാർത്ഥി വി വസീഫിനും ലഭിച്ചു. മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് ഇ.ടിക്ക് ലഭിച്ചത്. 85,361 വോട്ടാണ് BJPക്ക് ലഭിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് വെറും 38 വോട്ടിന് വിജയിച്ച പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ ഇത്തവണ 26,000-ലധികം വോട്ടിന്റെ ലീഡ് ലഭിച്ചു. CPM മെച്ചമുണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ച മങ്കടയിൽ 41,000 വോട്ടിന്റെ ലീഡാണ് മുസ്ലിം ലീഗിന് ലഭിച്ചത്. മണ്ഡലം വെച്ചുമാറ്റമടക്കം ആദ്യഘട്ടത്തിൽ ചർച്ചയായെങ്കിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിലപാടുകൾക്കാണ് പ്രാധാന്യമെന്ന് മലപ്പുറത്തെ ജനങ്ങൾ തീരുമാനിച്ചു. സാജിദ് അജ്മൽ, മീഡിയ 1, മലപ്പുറം.